ലൈവിനകത്ത് രാവിലെ തന്നെ അപ്പാനിഷടുത്ത് രേണുസുതി ബിന്നി ഇവരെല്ലാവരും കൂടി റൗണ്ട് ടേബിൾ ചർച്ചയായിരുന്നു കേട്ടോ. ഈ ഒരു കോൺവെർസേഷൻ തുടങ്ങുന്നത് രേണുവിന്റെ ഓരോ വിഷമങ്ങളും പിന്നെ ശരത്തിന്റെ വിഷമങ്ങളും ഒക്കെ പറഞ്ഞിട്ടാണ്. ദാനം കിട്ടുമ്പോൾ കിട്ടുന്ന കേൾക്കുന്ന ഓരോ പുച്ഛങ്ങളും അങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുമായിരുന്നു എല്ലാവരും കൂടി. അപ്പോ ശരത്ത് രേണുവിനോട് പറയുന്നുണ്ട് അവൻ ഗെയിം മാറ്റും, അവൻ നല്ലപോലെ കളി മാറ്റും. അവൻ ആദിലാനൂറയുടെ കേസിൽ തന്നെ ക്യാമറയിൽ പോയി പറഞ്ഞത് കേട്ടില്ലേ, അവരുടെ ഫാമിലിയെ ബിഗ് ബോസിനകത്തേക്ക് കൊണ്ടുവരണം എന്നാണ് അവൻ പറഞ്ഞത്. ശരത്ത് ഇത് പറഞ്ഞപ്പോഴത്തേക്ക് രേണു പറയുന്നുണ്ട് എന്റെ പ്രശ്നം ഇതാണ് മിഡ് വീക്ക് എവിക്ഷൻ. അനീഷും അതിനകത്തുണ്ടടി, ബിന്നിയോടാണ് പറയുന്നത്. ആ സമയത്ത് അപ്പാനി പറയുന്നു നിങ്ങൾ ആ വേട്ടാവളിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്ന്. ഇത് കഴിഞ്ഞിട്ടാണ് കിച്ചനെ വെച്ചിട്ട് അവര് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോ അപ്പാനിഷടുത്ത് അനീഷിനെതിരെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് ഈ അപ്പാനിഷടുത്ത് എന്ന് പറയുന്ന മനുഷ്യന്. ഈ പുള്ളിക്ക് വേറെ ഒരു പണിയില്ല എന്നുള്ളതാണ്. സിനിമയ്ക്കകത്ത് കാണിച്ച പോലെ തന്നെ അങ്കമാലി ഡയറീസിന്റെ അകത്ത് അപ്പാനി രവി എന്താണ് കാണിച്ചുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഈ പുള്ളിയോടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഈ ഒരു കോൺവെർസേഷന്റെ ഇടയ്ക്ക് അപ്പാനി പറയുന്നുണ്ട് കയ്യിൽ ടാറ്റു അടിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അപ്പാനി എന്നുള്ള ക്യാരക്ടറിന്റെ പേര് കയ്യിൽ ടാറ്റു അടിച്ചു വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു ക്യാരക്ടറിന്റെ സ്പിരിറ്റ് തന്നെയാണ് ഈ മനുഷ്യൻ ഈ നടക്കുന്നത്. ആ ഒരു ക്യാരക്ടറിന്റെ ഹുങ്കും ക്യാരക്ടറിന്റെ ഒരു അലഗൻസുമാണ് ഈ മനുഷ്യനെ കാണിക്കുന്നത് ഫുള്ള്. ഒരു രീതിയിലുള്ള ഒരു ഗുണ്ടായിസം. നീ പറയുന്നത് എന്തിനാണോ ഞാൻ കേൾക്കുന്നത്, നീ ആരാടാ ഇവിടുത്തെ എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ ഒരു ടോണേ ശരിയല്ല. ഒരു ജാടയും അരഗൻസും ഒക്കെ വെച്ചിട്ടാണ് അപ്പാനിഷടുത്ത് അവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു ക്യാരക്ടർ വൈസ് ഒട്ടും തന്നെ ഒരു ലൈക്കബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ല അപ്പാനിഷത്തിൻ്റെത്. അപ്പോൾ ആ ഒരു അടി ഉണ്ടാവുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ ഒരു ഡിസ്കഷനിൽ തന്നെ അനീഷിനെ പറ്റിയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ കിച്ചനെ വെച്ചിട്ട് ആ ഒരു വഴക്കുണ്ടാവുമ്പോൾ അനീഷ് അതിനകത്ത് ഇൻവോൾവ് ആണോ അപ്പൊ തന്നെ പോയി അനീഷിന്റെ മെക്കിടേക്ക് കയറണം. അതാണ് അപ്പാനിഷത്തിന്റെ ഗെയിം പ്ലാൻ. ഇവരെല്ലാവരുടെയും തന്നെ ഗെയിം പ്ലാൻ ഇതാണ്. അനീഷ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആണോ അനീഷിന്റെ മെക്കിട്ടേക്ക് കയറുക, അവിടെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുക. അനീഷ് ഇല്ലെങ്കിൽ ഇവരൊക്കെ എന്ത് കണ്ടന്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അനീഷാണ് അവിടുത്തെ കോണ്ടന്റ് മേക്കർ. എന്നും ഈ ഒരു 9 മണി 9:30 സമയമാകുമ്പോഴത്തേക്കും അനീഷ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും. അതിന്റെ വാലെ പിടിച്ച് സകലമായ എണ്ണങ്ങളും അനീഷിന്റെ മെക്കിട്ടേക്ക് കയറും. ഇപ്പൊ തന്നെ കലാഭവൻ സരിക, അപ്പാനി, അക്ബർ, ഷാനവാസ് ഇവരെല്ലാവരും അനീഷിന്റെ മണ്ടക്കായിരുന്നു. ലൈവിനകത്ത് കണ്ടവർക്കറിയാം.